ഹേയ് ഓൾ! ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ കാണുന്നത് വരെ ഞാനും വിചാരിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട് ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 15-20K സ്പെൻഡ് ചെയ്യണം. അങ്ങനെ സ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മുടെ പുതുതായിട്ട് ഉണ്ടാക്കുന്ന വീട്ടിലുള്ള ഓട്ടോമേഷൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വെറും രൂ. 900 സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളെ വീട്ടിലെ 4 ഡിവൈസസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വിചാരിച്ചു. എന്തോ ഇതിലൊരു ക്യാച്ചിങ് ഉണ്ടല്ലോ. പക്ഷേ കേറി റിവ്യൂ ഒക്കെ നോക്കിയ സമയത്ത് ഓക്കെ സംഗതി ഓക്കെയാണ്. നമ്മുടെ വീട്ടിൽ വൈഫൈ ഉള്ളിടത്തോളം കാലം 4 ഡിവൈസസ് നമുക്ക് ലോകത്ത് എവിടെ നിന്നും നമ്മളെ മൊബൈൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അത് മാത്രമല്ല, നമുക്ക് വോയിസ് കമാൻഡ് വെച്ചിട്ട് ഈ ഒരു ഡിവൈസസ് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അലക്സ ടേൺ ഓൺ ലൈറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ അതും ഈ കാര്യം വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് അലക്സയോ അല്ലെങ്കിൽ ഗൂഗിൾ ഹോമോ ആ ഒരു ഡിവൈസും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് രൂ. 900 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ റിവ്യൂസ് ഒക്കെ നോക്കി. എന്തെങ്കിലും കാച്ചിങ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പക്ഷേ കണ്ടിടത്തോളം എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ക്വാളിറ്റി ഒരു ഇത്തിരി മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ബാക്ക് തന്നെ കണ്ടില്ലേ, അവർ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് കിട്ടിയ സമയത്ത് തന്നെ. പക്ഷേ ഈ ഒരു പൈസയ്ക്ക് വർത്ത് ആയിട്ടുള്ള കാര്യം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളൊരു രൂ. 900 സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ക്വാളിറ്റി സാധനം ഇപ്പോൾ ഒരു സ്വിച്ചിന് തന്നെ രൂപയുടെ അടുത്തുണ്ട്. അപ്പോൾ ഒരു രൂ. 900 കൊടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മേ ബി ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ചീപ്പായിരിക്കാം. എനിക്കറിയില്ല ഇലക്ട്രോണിക്സിനെ പറ്റി കൂടുതലായിട്ട്. എന്നാലും ആ ഒരു പൈസയ്ക്കുള്ള വർത്ത് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഡിവൈസസും അതുപോലെ തന്നെ ഇലക്ട്രിക് ഐറ്റംസും ഒക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് പുറത്തൊന്ന് തള്ളിയാൽ തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് ഇലക്ട്രോണിക്സിന്റെ ഐറ്റംസിനെ പറ്റി കൂടുതലായിട്ട് വലിയ ധാരണയില്ല. എന്നാലും ജസ്റ്റ് ഇതെന്തായാലും ഓപ്പൺ ആയിട്ടാണല്ലോ കിട്ടിയത്. അപ്പം ജസ്റ്റ് ഉള്ളില് വയറൊക്കെ കണക്റ്റഡ് ആണോ എന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പം പുറത്തേക്ക് വരുന്ന 4 വയർ ഒരു പിന്നിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ 4 ബോക്സസ് ആയിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു റിലേ ആണെന്ന്. ആ ബ്ലൂ കളറിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു വൈഫൈ ആണെന്ന്. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വലിയ ധാരണയില്ല. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ലോഡ് കൊടുക്കാനുമുള്ള 4 പോർട്ടുകളൊക്കെ വേറെ തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവൈസിനെ പറ്റി ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വേറെ ഒരു ഡിവൈസിന്റെ സജഷൻ വന്നു ആമസോണിൽ. വിപ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കാണാൻ എക്സാക്ട് സെയിം കോപ്പി ആയിട്ടുള്ള ഈ ഡിവൈസ് തന്നെ. അപ്പോൾ ആകെ അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ ബ്രാൻഡ് വിപ്രോ ആണ്, ഇതിന്റെ ബ്രാൻഡ് ആസിയോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ആ രണ്ട് വ്യത്യാസം മാത്രം. ഇതിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കമ്പനി തന്നെ രണ്ട് ബ്രാൻഡിലേക്ക് കൊടുക്കുന്നതാണോ, ഇനി ആസിയോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വിപ്രോന്റെ സബ് ബ്രാൻഡ് ആണോ എന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിന് ഡബിൾ പ്രൈസ് ആണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വിപ്രോ ബ്രാൻഡിന്റെ കാണുന്ന സമയത്ത് നല്ല ബ്രാൻഡ് അതാണെന്ന് പറഞ്ഞിട്ട് ഡബിൾ പ്രൈസ് സ്പെൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. രണ്ടിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സാക്ട്ലി സെയിം ആണ്. പഴയതുപോലെ തന്നെ ഡിവൈസ് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രണ്ട് പോർട്ടുകളിൽ ഒന്ന് ന്യൂട്രൽ കൊടുക്കാനും ഒന്ന് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് സൈഡിൽ വരുന്ന 4 പോർട്ടിലേക്കാണ് നമ്മൾ ലോഡ് കൊടുക്കേണ്ടത്. ഇതിന്റെ മുകൾ വശത്ത് നിന്ന് വരുന്ന 4 നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്വിച്ച് ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ലോഡും ലൈനും ഉണ്ടാവും. ലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കറണ്ട് ഉള്ളതും, ലോഡ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇടുന്ന സമയത്ത് മാത്രം ലോഡിലേക്ക്, അതായത് നമ്മളെ ലൈറ്റിലേക്കോ ഫാനിലേക്കോ ഒക്കെ പോകുന്നത്. അപ്പോൾ ആ ലൈറ്റിലേക്കും ഫാനിലേക്കും ഒക്കെ പോകുന്ന കണക്ഷനാണ് ഇതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് 4 എണ്ണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പവറും കൊടുക്കണം. നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു QR കോഡും അതിന്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അതും മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിൽ കാണുന്ന ഈ 4 വയർ ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് നമ്മൾ ഇനി സ്വിച്ചിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ സ്വിച്ചിൽ നിന്നുള്ള വയർ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ താഴ്ഭാഗത്ത് വലത് സൈഡിൽ കൊടുക്കും. ഈ 4 വയറായിരിക്കും നമ്മൾ ആ സ്വിച്ചിലേക്ക് ഇനി റീപ്ലേസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിവൈസ് ആയിരിക്കും നമ്മുടെ സ്വിച്ചുമായിട്ട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ സ്വിച്ച് ബോർഡ് ഓപ്പൺ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഈ വയറൊക്കെ ഒന്ന് സ്ട്രിപ്പ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും സ്വിച്ച് ബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം പവർ ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് ടൈം കുറച്ചൊന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 4 സ്വിച്ചസ് ആണ് കണക്ട് ചെയ്യാൻ പറ്റുക. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് 5ഉം 6ഉം സ്വിച്ച് കണക്ട് ചെയ്യാം. കാരണം 500 വാട്ട്സ് വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താഴെ നമ്മൾ സ്വിച്ച് കൊടുക്കുന്ന സമയത്ത് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 പോർട്ടാണുള്ളത്. അപ്പോൾ ഓരോ പോർട്ടിനും കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എടുത്തിട്ടാണ് സ്വിച്ചിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോ തവണയും മാനുവൽ നോക്കാൻ കഴിയാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു ടാപ്പിന്റെ മേലെ അതിന്റെ നമ്പർ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് താഴെ കൊടുക്കുന്നതും ഏത് സ്വിച്ചിലേക്കാണ് മുകളിൽ കൊടുക്കേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. താഴെ ഓൾറെഡി നമ്പർ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4 ഡിവൈസിന്റെ ആയതുകൊണ്ട് തന്നെ ഞാനിത് ലിവിംഗ് ഏരിയയിലുള്ള സ്വിച്ച് ബോർഡിന്റെ ഉള്ളിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു വർക്കിംഗ് ടെസ്റ്റർ എന്തായാലും കയ്യിൽ കരുതുക. പിന്നെ ഇത് എത്ര പേര് കാണുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ
അത്യാവശ്യം ബേസിക് നോളഡ്ജ് നമ്മളൊരു സ്വിച്ച് ബോർഡ് അഴിച്ച് കഴിഞ്ഞാൽ ഏതാണ് ന്യൂട്രൽ, ഏതാണ് ഫേസ്, ഏതാണ് എർത്ത് എന്ന് മനസ്സിലാവുന്നത് മാത്രം ഇത് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. അല്ലാത്തവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് കൊടുത്താൽ അവരൊരു ഹാഫ് ആൻ അവർ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് തരും. അപ്പോൾ ഇതിൽ മുകളിൽ കാണുന്നതാണ് ലോഡ്, താഴെ കാണുന്നതാണ് ലൈന്. ലൈനിൽ എല്ലാ സമയത്തും കറണ്ട് ഉണ്ടാവും. എപ്പോഴും ഇത് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മെയിൻ ഓഫ് ആക്കിയിട്ട് മാത്രം ചെയ്യാം. ഞാനിതിൽ 4 സ്വിച്ച് കണക്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ 4 സ്വിച്ച് ഏതൊക്കെയാണെന്ന് ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. 3 സ്വിച്ച് ഈ ഭാഗത്തും ഈ സ്വിച്ച് ബോർഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റൂമിന്റെ അകത്ത് വേറൊരു സ്വിച്ച് ബോർഡ് ഉണ്ട്. അപ്പോൾ അതിന്റെ അകത്തുനിന്നുള്ള ഒരു കേബിളും കൂടെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലൈന് നമ്മൾ ഒന്നും ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. നമ്മൾ ലോഡ് മാത്രം അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഡിവൈസിന്റെ ഇൻപുട്ട് ആക്കിയിട്ട് കൊടുത്താൽ മതി. ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊരു ന്യൂട്രലിന്റെയും ലൈനിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ന്യൂട്രൽ ഒരു പ്ലഗ് നിന്ന് എടുക്കാം, ലൈന് നമുക്ക് ഏത് സ്വിച്ചിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്റ്റൻഷൻ വയർ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രലിൽ ഞാൻ ബ്ലാക്ക് വയറാണ് കൊടുത്തത്. അതുപോലെ തന്നെ ലൈനിന് ഞാനൊരു റെഡ് വയറും കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് എടുത്തിട്ട് ഇനി സ്വിച്ച് ബോർഡിന്റെ അകത്തേക്ക് കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ ലോഡ് കൊടുക്കുക. ഞാനിപ്പം ജസ്റ്റ് ഒരു സ്വിച്ച് മാത്രം കണക്ട് ചെയ്തിട്ട് ഒന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിൽ ഡിവൈസിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുള്ള ലൈൻ എടുത്തിട്ടാണ് ഞാൻ പിന്നെ സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വർക്കിംഗ് ഓക്കെ ആണ്. ആ ഒരു സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആപ്പ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ വീഡിയോന്റെ ലാസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തത് വർക്കിംഗ് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 4 കൂടെ കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് സെൻറ്ററിൽ ഒന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ആ പുറത്തോട്ട് വരുന്ന ഔട്ട്പുട്ട് വയർ നമുക്ക് എന്തെങ്കിലും കാരണം വലിക്കുന്ന സമയത്തൊക്കെ ഉള്ളിൽ നിന്ന് എടുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4 വയറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 18 MDയുടെ സ്വിച്ച് ബോർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഔട്ട്പുട്ട് വയറിനും എക്സ്റ്റൻഷൻ കൊടുത്തിട്ടാണ് ചെയ്തത്. കാരണം ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോർട്ടാണ്. അപ്പോൾ നമ്മുടെ ഡിവൈസ് താഴെ വെക്കുകയാണെങ്കിൽ മുകളിലേക്ക് സ്വിച്ചിലേക്ക് എത്തൂല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട്. ഇനി ഞാൻ ഇതിന്റെ ഈ കോർണർ സൈഡിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ 4ാമത്തെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ 18 MDയുടെ നേരെ ഓപ്പോസിറ്റ് റൂമിൽ നിന്നുള്ള ഒരു സ്വിച്ചാണ്. കാരണം പുറത്തുള്ള ഒരു സൺഷെയ്ഡുള്ള സ്വിച്ചും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ താഴെ കോർണറിലേക്ക് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് ആ ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്താലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നിന്നോളും. ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇത് സ്വയം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാണ്. നമ്മൾ ഓരോ കണക്ഷൻ കൊടുക്കുന്ന സമയത്തും അത് എന്താണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് മാത്രം കൊടുക്കുക. 1, 2, 3, 4ലേക്ക് നമ്മൾ ലോഡ് കൊടുക്കണം. പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ആ ലോഡുള്ള സ്വിച്ചിലേക്കും കൊടുക്കണം. ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ കണക്ട് ചെയ്യുന്ന വീഡിയോയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും നേരം ചെയ്ത പണിയിൽ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് പാർട്ട് ഇതാണ്. പിന്നെ ഇതിന്റെ ആപ്പിലേക്ക് പോകുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവരുടെ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആപ്പിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മളോട് ലോഗിൻ അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യാൻ പറയും. ഞാൻ സൈൻ അപ്പ് കൊടുത്തു. മെയിൽ ഐഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെയിലിലേക്ക് ഒരു OTP വരും. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. നേരെ നമ്മുടെ ആപ്പിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഡിവൈസ് കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് അപ്പോൾ ഒരു റെഡ് കളറിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഡിവൈസ് പെട്ടെന്ന് തന്നെ ഇതുമായിട്ട് കണക്ട് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈഫൈയുടെ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈഫൈയുടെ നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈഫൈയുടെ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡിവൈസിന്റെ സെറ്റപ്പ് പേജിലേക്ക് പോകും. ഇൻ കേസ് നമ്മൾ ഡിവൈസിന് ഇവിടെ കാണിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും കണക്ട് ചെയ്തിട്ടുള്ള സ്വിച്ച് 7 തവണ ഓണും ഓപ്പൺ ചെയ്താൽ ആ ഡിവൈസ് പെട്ടെന്ന് തന്നെ വിസിബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു 2-3 മിനിറ്റ്സ് എടുക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ അതിൻ്റെ ആ ഒരു മെയിൻ ഇന്റർഫേസ് പേജിലോട്ട് പോയിക്കോളും. അവിടെയാണ് നമുക്ക് 4 സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ഈ ഡിവൈസിന്റെ തന്നെ 2 സ്വിച്ചിന്റെയും 1 സ്വിച്ചിന്റെയും ഒക്കെ മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് മോഡൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും സെറ്റപ്പ് പ്രോസസ്സ് എല്ലാം സെയിം ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം 500 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ചിൽ 2 ബൾബിന്റെ കണക്ഷനൊക്കെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ആപ്പിന്റെ ഇന്റർഫേസ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ CCTV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സ്വിച്ച് ഇടുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഡിവൈസിന്റെ തന്നെ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് സ്വിച്ച് ഇടുന്ന സമയത്ത് ലാഗ് വരുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തന്നെ സ്വിച്ച് ഇടുന്ന സമയത്ത് തന്നെ ലൈറ്റ് ഓണും ഓഫും ആവുന്നുണ്ട്. പിന്നെ ഇതിൽ താഴെ തന്നെ കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുഴുവൻ ലൈറ്റ് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്യാനും ഒക്കെയുള്ള സിംഗിൾ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ആളില്ലാത്ത സമയത്തോ വീട്ടിൽ നൈറ്റ് എത്താൻ ലേറ്റ് ആവുന്ന സമയത്തൊക്കെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റ് ഓൺ ചെയ്ത് വെക്കുന്നത് വളരെ ഹാൻഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
എന്തായാലും ഇതിൻ്റെ ഒരു ക്വാളിറ്റി അഷ്വറൻസ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ബെഡ്റൂമിലേക്കും കൂടെ ഒരു 2 മൊഡ്യൂൾ ഓട്ടോമേഷൻ ഡിവൈസ് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓരോ ലൈറ്റും ഏത് ടൈമിൽ വേണമെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ലൈറ്റ് ഏത് സമയത്താണ് ഓൺ ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ഓഫ് ചെയ്യേണ്ടതെന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പം വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു നൈറ്റ് ടൈം ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓൺ ആവും. ഒരു 12 മണിയാവുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്യാനും സെറ്റ് ചെയ്ത് കൊടുക്കാം. 4 ഡിവൈസ് ഉള്ളതുകൊണ്ട് തന്നെ 4 ലൈറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു ആപ്പ് വീട്ടിലുള്ള 2 ഫോണായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ഫോൺ വേണമെങ്കിലും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സെയിം ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്താൽ മാത്രം മതി. പിന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്നതാണ് ഓൾ ഓണും ഓൾ ഓഫും സ്വിച്ച്. നമുക്കത് ഓൾ ഓൺ ചെയ്യാനും ഓൾ ഓഫ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആരെങ്കിലും ഈ വീഡിയോ ഇതുവരെ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്.